ഹായ് ഹലോ ഗാർഡൻ വിസ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പൈഡർ പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നതാണ്. ഇത് ഒരു തണ്ട് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉണങ്ങിയ ഇലയൊക്കെ പൊട്ടിച്ച് കളയണം. വെള്ളം പോട്ടിൽ ഡ്രൈ ആകുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഇത് നിലനിൽക്കത്തുള്ളൂ. ഇത് നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഇൻഡോർ ആയും സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഗാർഡന് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റിൽ ഒരെണ്ണമാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ്. പല ഡെക്കറേറ്റീവ് ഐഡിയാസിനും ഈ പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് ഇത് 3 പോട്ടിലേക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്ലാന്റ്സ് ഇതേ ഈ രീതിയിൽ നല്ലതായിട്ട് വേരൊക്കെ വന്ന് തിക്കായി ബുഷിയായിട്ട് നിന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ ഞാൻ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുവാണേ. ഇതിന് ഇഷ്ടംപോലെ കിഴങ്ങുകളും ഉണ്ട്. ഈ കിഴങ്ങുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വെള്ളത്തിലൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു വൈറ്റ് പോട്ടാണ്. ഇതിലേക്ക് പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ചിട്ട് ഈ ഒരു രീതിയിൽ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ അവിടെ നല്ല സെറ്റായിട്ട് ഇരുന്നോളും, വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ. അങ്ങനെ 2 പോട്ടിൽ നിന്ന് 3 പോട്ടിലേക്കായിട്ട് ഞാനിതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടുവാണ്. ഇത് പോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ പുറത്ത് ഒരു ഷെയ്ഡിലാണ് ഞാൻ ഇതിനെ ഇപ്പോൾ വെക്കാൻ പോകുന്നത്. പിന്നെ എവിടെയെങ്കിലും പ്രോപ്പറായിട്ടൊരു സ്ഥലം കണ്ടെത്തി അവിടെ തന്നെ ഇതിനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ റിപ്പോർട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.